ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കാര്യം യൂണിവേഴ്സിൽ നിന്നും ഉത്തരം ലഭിക്കുമോ? ഓക്കെ, ഇവിടെ ലവേഴ്സിൻ്റെ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ, നിങ്ങൾ എഫേർട്ട് ഇടുമെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് റിഗ്രറ്റ് ഉള്ളവരായി ഇരിക്കുക. ഓക്കെ, നിങ്ങളിലേക്ക് ഗ്രോത്താണ് വരുന്നത്. ഏസ് ഓഫ് സോഡും വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വാണ്ടും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകും എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6, 9, 8, 4, 1, 11, 2. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ലവേഴ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം നിങ്ങളെ പ്രതി ഒട്ടും മുന്നോട്ട് പോകാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളതെങ്കിൽ, ഓക്കെ, അതവിടെ ഡെത്തായി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ പ്രഭയാൽ നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. റീബർത്ത് ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം, അത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിലും ശരി തന്നെ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ, അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന ചില സ്ഥലത്തു നിന്നും യൂണിവേഴ്സിൻ്റെ എനർജിയാൽ ഒരു തുടക്കം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് 7 ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് സ്വയം ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ബുദ്ധിമോശം കാരണം നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. ഇവിടെ ഡെത്ത് സംഭവിച്ചു പോയി. നിങ്ങളുടെ വിവേകമില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ, മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചത് മൂലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ചില കാര്യങ്ങൾക്ക് ഒരു ഡെത്ത് സംഭവിച്ച് അവിടെ നിന്നും ഒരു റീബർത്ത് ആണ് ഉണ്ടാകുന്നത്. അവിടെ നിന്നും ഒരു റീബർത്ത് ഉണ്ടാകുന്നു. യൂണിവേഴ്സ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. നിങ്ങൾ മനസ്സിൽ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അത് സാധ്യമാകുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസ് കാത്തിരിക്കുന്ന കാര്യം, എൻ്റെ വ്യൂസ് വെയിറ്റ് ചെയ്യുന്നത് കാര്യം യൂണിവേഴ്സിൽ നിന്നും ലഭ്യമാകുമോ? താങ്ക് യു യൂണിവേഴ്സ്. തീർച്ചയായിട്ടും ലഭ്യമാകും. ചാരിയേറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുമാണ് മെസ്സേജ് വരാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം യൂണിവേഴ്സിൽ നിന്നും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, നിങ്ങളുടെ സാമ്പത്തികമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായാൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് വാണ്ടിൻ്റെ എനർജി. നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സഫലമായി തീരും. നിങ്ങളെ ഉയർത്തി മാനിക്കും. ഇപ്പോൾ നിങ്ങളെ തള്ളിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണോ നിങ്ങളുള്ളത്, അവിടെ നിന്നും നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും, നമ്പർ 1 ആക്കി തീർക്കും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യത്തിലാണോ ആ കാര്യത്തിലും നിങ്ങൾക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ റിഗ്രറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചില തെറ്റുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്കുകളാലും നിങ്ങളുടെ പ്രവൃത്തികളാലും ആരെങ്കിലും നിങ്ങളെ പ്രതി വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോട്
പറയുന്നു. ഇവിടെ വീണ്ടും 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതും 4 ഓഫ് സോഡാണ്, ഇതും 4 ഓഫ് സോഡാണ്. നിങ്ങളെ പ്രതി ആരോ നല്ല രീതിയിൽ വേദനിക്കുന്നതായി കാണുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. അതിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും കാണുന്നുണ്ട്. നിങ്ങൾ പ്രതി ഏതെങ്കിലും ഒരു കുഞ്ഞോ സ്ത്രീയോ അമ്മയോ ആരെങ്കിലും നിങ്ങൾ മുഖേന വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂണിവേഴ്സിനോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുക. അതിൽ നിങ്ങളൊരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിലുണ്ടായി തീർന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയ വാതിലുകൾ ഇവിടെ തുറക്കുന്നതാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഇതുവരെ സ്റ്റക്കായി നിന്നിരുന്ന നിങ്ങളുടെ സാമ്പത്തിക കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ആയിരിക്കാം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. ഇവിടെ സ്റ്റക്കായി നിന്നിരുന്നു എങ്കിൽ, ഇവിടെ തലകീഴായി നിന്നിരുന്നു എങ്കിൽ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നിരുന്നു എങ്കിൽ അവിടെ യൂണിവേഴ്സ് ഒരു അവയർനെസ് നിങ്ങൾക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളിലേക്ക് ഗ്രോത്ത് വന്നു ചേരുന്നു, സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളെ താങ്ങി നടത്തുവാൻ യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഗ്രോത്ത് ആണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ തളർന്നു പോയിടത്തു നിന്നും യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ കാണുന്നത് പോലെയല്ല, യൂണിവേഴ്സ് നിങ്ങൾക്ക് മറ്റൊരു വഴിയാണ് ഒരുക്കി തരുന്നതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. നിങ്ങൾക്കുള്ളത് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 7 ഓഫ് കോയിൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ 10 ഓഫ് കപ്പ്, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എന്ത് വിഷയമാണോ അത് നിങ്ങളോട് ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ നിങ്ങളിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് സന്തോഷത്തിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കി നിങ്ങളുടെ സിറ്റുവേഷനെ മോശമാക്കാതിരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾക്ക് മനഃശക്തിയോടുകൂടി, നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. 10 ഓഫ് കപ്പിൻ്റെ എനർജി, സാമ്പത്തികവും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ പാസ്റ്റിനെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവന്നാൽ വീണ്ടും കർമ്മ ജനിക്കുന്നതാണ് എന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. മനോധൈര്യം വിട്ട് കളയരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ധൈര്യത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും സേവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ അധികാരങ്ങളെ നിങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നു. ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും അധികാരങ്ങളെ ഉറപ്പിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നഷ്ടപ്പെട്ടു പോയി, അവസാനിച്ചു, കൊഴിഞ്ഞുപോയി എന്ന് വിചാരിക്കുന്ന പല കാര്യം ഗ്രോത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജി, നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അതിശക്തമേറിയ എനർജിയെ നിങ്ങൾക്ക് പകരുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ശക്തമേറിയ എനർജിയെ പകരുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്തിനാണ്? നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ താങ്ങി നടത്തുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണോ, ഇപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്ത് കാര്യമാണോ അത് പൂർണ്ണമായും നിങ്ങൾക്ക് പോസിറ്റീവായി തീരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. മദർ യൂണിവേഴ്സിൻ്റെ എനർജി എന്താണ്? എൻ്റെ വ്യൂസിനോട് എന്ത് കാര്യമാണ് പറയാനുള്ളത്? എൻ്റെ വ്യൂസിനോട് മദർ യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ഒരു ചേർത്ത് വയ്ക്കൽ നിങ്ങളിലേക്ക് കൊണ്ടുവരും. നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആരൊക്കെ ഉണ്ടോ
അവരെല്ലാം നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ഐക്യം, ഒരു കുടുംബം നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു. അപ്പം നിങ്ങളെ ചീറ്റ് ചെയ്ത് ചില വ്യക്തികൾ പോയിട്ടുണ്ട്, അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയം വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ ചതിച്ചുകൊണ്ട്, നിങ്ങളെ തകർത്തുകൊണ്ട് ചില ബ്ലാക്ക് എനർജികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു വിജയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ, ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി വ്യക്തികൾ നിങ്ങളോടൊപ്പം വന്നു ചേരും എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ ആണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക സംബന്ധമായിട്ടൊരു സെലിബ്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ കാത്തിരുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരു ഐക്യമാണ് ഇവിടെ കൂടുതലായി കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു യാത്രയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. യാത്ര, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്കൊരു യാത്രയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പല വഴികളും തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലക്ഷറി നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ തേടി ലക്ഷറി വരുന്നു എന്നുള്ളതാണ്. ഗ്രോത്ത് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. പല വഴികളും നിങ്ങൾക്കിവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളെ താങ്ങി നടത്താൻ പോകുന്നു. വിദേശയാത്ര ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ താഴെ വീണു പോകാതെ വണ്ണം ദിവ്യ വലയത്തിൽ നിങ്ങളെ സൂക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ള പല വ്യക്തികളും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ട് ചെവി കൊടുത്ത് നിൽക്കുന്ന ഒരു സമയം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അധികാരങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജോലികൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്നുള്ളതാണ്. വിവാഹം ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ളൊരു വിവാഹത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയാണോ അതിനൊരു വഴി ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. മദർ യൂണിവേഴ്സിൽ നിന്നും ഉള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസിനോട് എന്താണ് അഡ്വൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ജഡ്ജിമെൻ്റ് ആണ്. നമ്മൾ ചില ശിക്ഷാവിധികളിലേക്ക് അകപ്പെടേണ്ടതായിട്ടുണ്ട്. ചില പരീക്ഷകൾ എനിക്ക് വരേണ്ടതായിട്ടുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാജയം ചില ലക്ഷണങ്ങളാണ്. ഒരു രോഗത്തെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രകടമാക്കുന്ന ചില പനികളുണ്ട്. പനി, ചുമ. അപ്പം നമ്മുടെ ലങ്സിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ശരീരം എപ്പോഴും ഇങ്ങനെ ചുമയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് ചുമ വരുന്നതിൻ്റെ ലക്ഷണം അതാണ്, പ്രകടമാകുന്ന ലക്ഷണങ്ങൾ അതാണ്. അപ്പം നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ലങ്സിനാണ് നമുക്ക് കുഴപ്പം, കഫം വാങ്ങണം, അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കാം, പനി വന്നിരിക്കുന്നു, എന്തെങ്കിലും ഇൻഫെക്ഷൻ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, യൂറിൻ ഇൻഫെക്ഷൻ ആണോ അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് ലക്ഷണങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കി അതിനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളാണ് നമ്മുടെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ നേരിട്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നം അത് ഒരു ലക്ഷണമാണ്. അപ്പം നിങ്ങൾ അതിനെ കൂടുതൽ പഠിക്കണം. ഇതിൽ എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, എവിടെയാണ് ഞാൻ ചികിത്സിക്കേണ്ടത് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ ജഡ്ജിമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു ഉപദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നത്തോട് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും തളർന്നു പോകരുത്. മാനസിക ബലം നേടിയെടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് വിജയം ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. വിശ്വാസമാണ് എല്ലാത്തിനും മതിയായത്. ഓക്കെ, വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും പോകാം എന്നുള്ളതാണ്. ഒരിക്കലും മനസ്സ് തളർന്നു പോകാതിരിക്കുക. നമുക്ക് സ്വയം പറയാം, ഈ പരീക്ഷണം എനിക്ക് ചില ലക്ഷണങ്ങളാണ് എന്ന്
നമുക്ക് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം, സമാധാനപ്പെടാം. ഓരോ വ്യക്തികളുടെ ജീവിതവും ഓരോ മുറിവ് പോലെയാണ്. ഓക്കെ, ആ മുറിവ് ഉണങ്ങുന്നതിന് ഇന്നത്തെ ഈ റീഡിങ് കേട്ടിട്ട് നമുക്ക് ആഴമായിട്ടൊരു മുറിവുണ്ട്, ആ മുറിവ് ഉണങ്ങിയില്ല എന്ന് പരാതിപ്പെടുന്നത് പോലെ ആകരുത്. ഓക്കെ, ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വന്നിരിക്കുന്ന മുറിവുകൾ ഉണങ്ങുന്നതിനുള്ള ഒരു മെഡിസിൻ മാത്രമാണ് വാക്കുകൾ. ഓക്കെ, ഈ വാക്കുകൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള മുറിവുകളെ ഉണക്കി നിങ്ങൾക്ക് ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.